ലാലേട്ടൻ ഉണ്ടാക്കി വൈറലായിട്ടുള്ള ഒരു ഡെസേർട്ട് ഐറ്റത്തിൻ്റെ റെസിപ്പി നമ്മൾ മുന്നേ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്നും നമ്മളത് ഒന്നുകൂടി ഉണ്ടാക്കി നോക്കാൻ പോവാണ്. അതിനാവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അണ്ടിപ്പരിപ്പ് മുന്തിരിയൊന്നും അതിൽ ചേർക്കുന്നില്ല, നമ്മൾ പക്ഷേ ഒരു അലങ്കാരത്തിന് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. ആ ഒരു ഡെസേർട്ടിലേക്ക് വാനില ഐസ്ക്രീമാണ് ചേർക്കുന്നത്. പക്ഷേ നമുക്കിവിടെ ഇന്ന് ബട്ടർ സ്കോച്ചിൻ്റെ ഐസ്ക്രീമാണുള്ളത്. അത് കണ്ടതിൻ്റെ ഒരു ഇളക്കമാണ് കേട്ടോ ഇതുണ്ടാക്കാൻ. വാനില ഐസ്ക്രീം ചേർത്തിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ബട്ടർ സ്കോച്ച് ചേർത്താൽ എങ്ങനെയായിരിക്കും ഇതിൻ്റെ ടേസ്റ്റ് എന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ. മുറിച്ചെടുത്ത പഴമെല്ലാം നെയ്യിൽ നല്ലോണം ചൂടാക്കി അത് നല്ലോണം ഉടച്ചെടുത്തിട്ട് നമ്മളെടുത്തിരിക്കുന്ന തേങ്ങയും ശർക്കരയും അണ്ടിപ്പരിപ്പും മുന്തിരിയും ഏലക്കായും എല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതെല്ലാം കുറച്ച് നല്ലോണം ഇളക്കി എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കുക. ആദ്യം നമ്മൾ ഉണ്ടാക്കിയപ്പോൾ ലാലേട്ടൻ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ ഓരോ സ്റ്റെപ്പായിട്ടാണ് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഇത് പക്ഷേ കഴിക്കാനുള്ള ആക്രാന്തം കൊണ്ട് നമ്മളെല്ലാം കൂടി ഒരുമിച്ച് അങ്ങോട്ട് തട്ടുക ചെയ്ത്. ഈ മിക്സ് നല്ലോണം റെഡിയാക്കി കഴിഞ്ഞിട്ട് ഇതിലേക്ക് ഐസ്ക്രീം ഇട്ട് കൊടുക്കുക. ഐസ്ക്രീമിൻ്റെ തണുപ്പൊക്കെ മാറിയതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത്. വാനില ഐസ്ക്രീമിനെക്കാട്ടിലും കുറച്ചും കൂടി ടേസ്റ്റ് ഈ ബട്ടർ സ്കോച്ച് ചേർക്കുമ്പോൾ തന്നെയാണ്. എനിക്കെന്തായാലും ഈ ഒരു ടേസ്റ്റാണ് ഇഷ്ടമായത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.